അപ്പോൾ ദാസേട്ടന്റെ ശബ്ദം അനുകരിക്കാനാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഒരു അവതാരകൻ മിമിക്രി അവതരിപ്പിക്കുന്നുണ്ടാകുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് തുടങ്ങാൻ വേണ്ടി നല്ല കഴിയുന്നത് കൂടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നാട്ടുകാർ കൂടെ ഉണ്ടോ? ആ ഓക്കെ ചേട്ടാ, മിമിക്രി ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് ദാസേട്ടന്റെ ശബ്ദം തന്നെ ഇവിടെ ആ തമ്പുരു ഒന്ന് വെറുതെ ഇരിക്കണമെന്ന് തോന്നേക്കണം. ഈ ഭൂമിയില് വരുവാനും പാടുവാനും സാധിച്ചത് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ ജഗദീശ്വരന്റെ അനുഗ്രഹമാണ്. എല്ലാ മനുഷ്യരോടും ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നമ്മൾ ആരും ജാതിയുടെയോ മതത്തിന്റെയോ പേരില് കലഹിക്കരുത്. നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നു. ആസന്നമായിട്ടുള്ള ഈ ഭൂമിയില് എല്ലാ മനുഷ്യർക്കും നന്മ നേരുന്നു. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എന്താ പറയുന്ന ഡൈനാമിക്സ്, ആ വിഭ്രാട്ടം കേട്ട് ദാസേട്ടന്റെ പാട്ട് പോലെ വേണേൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കാറ്. താങ്ക് യു, അടിപൊളി. എന്റെ ഒരു ആഗ്രഹം, മിമിക്രി എന്ന കലയുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള സിദ്ദീഖ് ലാൽ, ഇവരുടെ രണ്ടുപേരുടെ ശബ്ദമാണ് സിദ്ദീഖും ലാലും. നമസ്കാരം. കൊച്ചിൻ കലാഭവന്റെ മിമിക്രി വേദിയിൽ നിന്നും ഞാനും ലാലും ചേർന്ന് മിമിക്രി എന്ന് പറയുന്ന കലാരൂപം തുടങ്ങുമ്പോൾ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്രയും മികച്ചൊരു കലാരൂപമായിട്ട് ഈ മിമിക്രി മാറുമെന്ന്. എല്ലാവരും മികച്ച കലാകാരന്മാരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ സംസാരിക്കുവാൻ ലാലിനെ ക്ഷണിക്കുന്നു. ശ്രീലാൽ. ഞങ്ങള് എത്ര ഇവിടെ നടനായാലും നിർമ്മാതാവായാലും സംവിധാനമായാലും ഞങ്ങളുടെ ചങ്ങത്ത് പറഞ്ഞ മിമിക്രിയാണ്. അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഞാൻ ചെയ്യാം. ചൈത്ര സസാറി കൊടുക്കാതെ വന്നു. പക്ഷെ പെണ്ണിനെ മാത്രമല്ല അത് വന്നു. അവിടെ ഒരിക്കലും മാറിയിട്ടൊന്നുമല്ല. അവസാനം കൊത്തക്കം പേട്ട പഞ്ചാബിങ്ങനെ പുണ്യം ചെയ്തവരാ. അല്ല, എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നറിയില്ല, നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ നമ്മളുടെ മഹാനടൻ ശ്രീനിവാസൻ സാറിന്റെ ലാസ്റ്റ് കുറെ സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുള്ളത് ജയദേവനാണ്. അറിയാവോ? നല്ലൊരു ഐഡിയ കൊടുത്തത് ജയദേവന്റെ വോയിസിലൂടെയാണ് നമ്മൾ ശ്രീനിവാസന്റെ ശബ്ദം നമ്മൾ കേട്ടത്. അത് ഏതെങ്കിലും ഒന്ന് ശ്രീനിവാസൻ അതും കൂടെ മതി. ഇതിങ്ങോട്ടുള്ള അവസരം ഇനി കൈയടിച്ചിട്ട് അടുത്ത പരിപാടിക്ക് വിളിക്കും. ഇതാകും ശ്രീനിവാസൻ. അമ്മാമെ കിടലും കൊള്ളെത്തുന്ന പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനമാടുത്തോളം ഞാൻ വിളിക്കുന്നു. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴി ഓടിച്ചിട്ട് മുട്ടിടിക്കുക. പാവം ആ കോഴിയുടെ പരിപ്പടയെ കാണും. ഞാനൊരു പാട്ട് പാടാം. പാട്ട് പാടുമ്പോൾ കൈയടിക്കോ. ഉണക്കിട്ട കോഴി കൂളക്കോഴി ഒന്നും ചാരൂവിലെ വയനാട്ടി നീ കണ്ടോ നീ കേട്ടോ. താങ്ക് യു സോ മച്ച്. ജയദേവ താങ്കൾ കേട്ടോ. താങ്ക് യു.